വണ്ടിയിലുണ്ടായിരുന്നത്. അതിൽ തന്നെ കുറേ മരം ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലുണ്ട്. എല്ലാം കൂടി എടുത്തു കൊണ്ടുവരണ വേണ്ടെന്നാണ് ചോദിക്കുന്നത് ഈശ്വർ മൽപ്പ. എന്താ ഇനി ബാക്കിയുള്ള തടിയുണ്ട് മരം. ഇവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ആയിട്ട്. അതെ 100% നമ്മളതാ മരം. ഡർജറിന്റെ പിൻഭാഗമല്ലേ? പിൻഭാഗം. ബാക്കി മരങ്ങൾ അതിൻ്റെ അടിയിലുണ്ട് കുറേ. സമയത്തിൽ ഒരു മരം കിട്ടി. ആ മരം പറഞ്ഞാൽ നമ്മളെ മൂന്നാപ്പോണ്ട വണ്ടിൻ്റെ മരം എന്ന് അവർ നോക്കി ഇപ്പോൾ ചൊല്ലിട്ട് നമ്മ മരം തേടാനാണ് പോയില്ലേ, അർജുനെ തേടാൻ പോയ സമയത്തിൽ അടിയിൽ സെലിട്ടനുണ്ട്. പിന്നെ ഈ ഭാഗത്തിലെ നമ്മ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരെ തേടാൻ പോകുന്ന സെലിട്ടൻ കാണാൻ പോകും. ആ സമയത്ത് ഇത് മരം കിട്ടി. പിന്നെ നമുക്ക് വെള്ളത്തിൽ എണ്ണ കിട്ടിയെങ്കിൽ മേലാക്കുന്നു. അതിനിപ്പോൾ മരം പിന്നെ ഒരു ഈ സ്റ്റെൻറ്റൻ ലൈനിൽ ഒരു പോസ്റ്റ് കിട്ടി. ആ പോസ്റ്റ് മേലാക്കി ഇന്നിപ്പോൾ കീഴെ പോയിട്ട് തേട സമയത്തിൽ സെലിട്ടന അല്ല എണ്ണ കിട്ടിയെങ്കിൽ മേലാക്കും ഞങ്ങൾ. ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോൾ ഈ മരം കണ്ടെങ്കിൽ ഇന്ന് എത്ര തടിയുണ്ട്, പിന്നെ ആൾക്കാർ എണ്ണങ്ങൾ അടിയിലുണ്ടെങ്കിൽ കണ്ടെങ്കിൽ കണ്ടിപ്പാக കണ്ടുവരും. വണ്ടിയുടെ പാർട്സ് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, നേരത്തെ അവിടെ ഒരു ഡീസൽ വരണമെന്ന് ചൊല്ലി നേരത്തെ ഡീസൽ വന്നിട്ടുണ്ട്. അവർ പിന്നെ അടി പോയി മിഷാൻ, പിന്നെ അടിയിലെ മിഷാൻ ഇല്ല, അത് ഒരു വല്ല പാറകല്ല് അതിൻ്റെ ചവിട്ട് ഇത് മേലെ വന്നു. പിന്നെ അത് ഒരുപാട് കീഴെ പോകണം, അത് കൊഞ്ചം കമ്മിയായത് ഇതാക്കുന്നത്. മരങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഈ തടി കഷ്ണം കിട്ടി. ഇപ്പോൾ ഒന്നിനെ കിട്ടി ഞാൻ പോകുന്ന സമയത്തിൽ. ഇപ്പോൾ ഒന്ന് കിട്ടി. പിന്നെ എത്ര ഭാഗത്തിൽ തടിയുണ്ടെന്ന് നോക്കിയിട്ട് മേലാക്കി. പിന്നെ കീഴെ സെലിട്ടൻ നമ്മ അർജുൻ്റെ ദേഹത്ത്, പിന്നെ ഇവിടെയുള്ള ജഗന്നാഥ് ലൊക്കേഷൻ അവിടെ സെലിട്ടനെ കിട്ടിയെങ്കിൽ ഞാൻ മേലെ കൊണ്ടുവരും. കാണും, ഒത്തിരി കാണും. എന്ന് പറഞ്ഞാൽ മരങ്ങൾ ഒത്തിരി ഉണ്ട് കീഴെ. ആ മരങ്ങൾ എടുത്തിട്ട് പിന്നെ അടിഭാഗത്ത് നിന്ന് സെലിട്ടൻ കിട്ടി എടുത്തു തരാം. ഇപ്പോൾ ഈ മുങ്ങിപ്പരിശോധന ഈശ്വർ മൽപ്പ നടത്തിയ മുങ്ങിപ്പരിശോധനയിലൂടെ